CBSE സിലബസിൽ അധിഷ്ഠിതമായ പഠനരീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് pre-KG, LKG ക്ലാസ് മുതൽ 12 വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു. ഓർട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, വണ്ടൂർ. 1000 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. വേഗമാകട്ടെ, ഹയ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മനുഷ്യജീവനെടുത്ത കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാൻ 2 കുങ്കിയാനകൾ അടക്കമുള്ള 25-അംഗ സംഘം അടക്കാക്കുണ്ട് പാറശ്ശേരിയിലെത്തി. വയനാട്ടിൽ നിന്നും പാലക്കാട് നിന്നുമുള്ള വെറ്ററിനറി ഡോക്ടർമാരടക്കമുള്ള വിദഗ്ധ സംഘമാണ് വ്യാഴാഴ്ച രാത്രിയോടെ കരുവാരക്കുണ്ടിലെത്തിയത്. കടുവയെ പിടികൂടാൻ സാധ്യമായ വഴികളെല്ലാം നോക്കുമെന്ന് നിലമ്പൂർ സൌത്ത് വനം ഡിഎഫ്ഒ ജി ധനിക്ലാൽ പറഞ്ഞു. ഇതിന്റെ ഭാഗമായാണ് വയനാട്ടിൽ നിന്നും പാലക്കാട് നിന്നുമുള്ള 25-അംഗ സംഘം എത്തിയിട്ടുള്ളത്. ഡോക്ടർ അരുൺ സക്കറിയ സംഘത്തിലുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെ ഒരു കുങ്കിയാന സ്ഥലത്തെത്തി. കടുവയുടെ ആക്രമണത്തിൽ മരിച്ച ഗഫൂറിന്റെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപ വനംവകുപ്പ് സഹായം പ്രഖ്യാപിച്ചു. ഇതിൽ 5 ലക്ഷം രൂപ വെള്ളിയാഴ്ച ഗഫൂറിന്റെ കുടുംബത്തിന് നൽകും. ഗഫൂറിന്റെ ഭാര്യയ്ക്ക് അടിയന്തരമായി വനംവകുപ്പിൽ താൽക്കാലികമായി ജോലി നൽകും. ജോലി സ്ഥിരപ്പെടുത്തുന്ന കാര്യം ഉടൻ തന്നെ പരിഗണിക്കുമെന്നും ഡിഎഫ്ഒ വിശദീകരിച്ചു. റബ്ബർ ടാപ്പ് ചെയ്യുകയായിരുന്ന ഒരു തൊഴിലാളിയെ 7:15 ഒരു കടുവ അറ്റാക്ക് ചെയ്യുകയും അതിൽ അദ്ദേഹം മരണപ്പെട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം ഏകദേശം കടുവ ആക്രമിച്ച 200 മീറ്റർ പരിധിക്കുള്ളിൽ നിന്ന് നമ്മൾ കണ്ടെടുത്തിട്ടുള്ളതാണ്. ഉടനെ തന്നെ ഈ വിവരം മേലധികാരികളെ അറിയിക്കുകയും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ധനസഹായമായ 10 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ നാളെ തന്നെ വിതരണം ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതാണ്. ബാക്കി 5 ലക്ഷം രൂപ ടിയാൻ്റെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം വിതരണം ചെയ്യുന്നതാണ്. ഇദ്ദേഹം ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ്. വീട്ടിൽ ഭാര്യയും 3 മക്കളും സുഖമില്ലാത്തൊരു അമ്മയാണുള്ളത്. ഇതിൻ്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ താൽക്കാലികമായി വനംവകുപ്പിൽ ജോലി നൽകുവാനും അദ്ദേഹത്തിൻ്റെ ആശ്രിതർക്ക് സ്ഥിരമായി സർക്കാരിലേക്ക് നിയമനം കിട്ടുന്നതിന് വേണ്ടി ഒരു ശുപാർശ സമർപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഈ മേഖലയിൽ കടുവ ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ നാട്ടുകാരൊക്കെ ഭീതിയിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട് നിന്നും പാലക്കാട് നിന്നും വിദഗ്ധ സംഘം എത്തിച്ചേർന്നിട്ടുണ്ട്. 2 കുങ്കി ആനകൾ അടക്കമുള്ള സംഘമാണ് വന്നിരിക്കുന്നത്. ആനയെ മയക്കുവെടി വയ്ക്കുവാൻ പ്രഗത്ഭനായ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള 25 പേരടങ്ങുന്ന ടീം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ സ്ഥലം പരിശോധിച്ച് ആനയെ കടുവയെ മയക്കുവെടി വയ്ക്കാനുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ എടുത്തുള്ളത്. അതിൻ്റെ ആദ്യഘട്ടം എന്നോണം ഇന്ന് ആ ഏരിയയിൽ മൊത്തം ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുകയും കുങ്കിയാനയുടെ മുകളിൽ നിന്ന് നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നതാണ്. 30ഓളം ക്യാമറകൾ കടുവയെ കണ്ട സ്ഥലത്തിന്റെ ചുറ്റുപാടുകളിലായി വയ്ക്കും. കടുവയുടെ സാന്നിധ്യം തിരിച്ചറിയാനാണിത്. ഇതിനു പുറമെയാണ് പരിശീലനം നേടിയ കുങ്കിയാനകളെ ഉപയോഗിച്ച് പട്രോളിംഗ് നടത്തുക. ഇതിനായി വിദഗ്ധ പരിശീലനം നേടിയ RRT അംഗങ്ങളെയാണ് ചുമതലപ്പെടുത്തുക. നിലവിൽ വനം വകുപ്പിന്റെ 50ഓളം ജീവനക്കാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെയാണ് 25-അംഗ വിദഗ്ധ സംഘം കൂടിയെത്തിയത്. കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതിനാൽ ഗഫൂറിനെ ആക്രമിച്ചത് കടുവ തന്നെയാവാമെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ്. ഗഫൂറിനെ കടിച്ചു വലിച്ച് 200 മീറ്ററോളം ദൂരത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സൈലന്റ് വാലിയുടെ 1.5 കിലോമീറ്റർ ബഫർ സോൺ പരിധിയിലാണ് സംഭവം നടന്നത്. 2 മാസം മുൻപ് പാന്ത്ര തരിശ് ഭാഗത്ത് കണ്ടതും ഇതേ കടുവ തന്നെയാണെന്നാണ് നിഗമനം. ഡോക്ടർ അരുൺ സക്കറിക്ക് പുറമെ വെറ്ററിനറി ഡോക്ടർ അജേഷ് മോഹൻദാസ്, ഡോക്ടർ S ശ്യാം എന്നിവരും സംഘത്തിലുണ്ട്. ഈസ്റ്റിലെ കാളിക. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ.